സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി താമസിക്കാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യക്കുറവ്, എനിക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിലല്ലേ സാധനം, എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ മാറിക്കഴിഞ്ഞപ്പോൾ അതില്ല. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് താമസിക്കണം, കുന്നിൻ്റെ മുകളിലല്ലേ ഇതിൻ്റെ മുകളിൽ. പക്ഷെ മാറി കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. ഹോംലി ഫുഡാണ് ഇവിടെ വന്നതിന് ശേഷം കഴിച്ചിട്ടുള്ളൂ. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഫുഡേ കഴിച്ചിട്ടില്ല. എവിടെ പോയാലും ഇവിടെ എത്തും ഫുഡിന്. ഉപയോഗിക്കുന്ന സ്ഥലം ഡൈനിങ് ടേബിളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡൈനിങ് ടി വിയെല്ലാം കാണുന്ന ഫാമിലി ലിവിങ് പ്ലസ് ഇപ്പോഴാളുണ്ടാവും, ഗസ്റ്റ് ഉണ്ടാവും, ഫുഡ് ഉണ്ടാവും. അതുകൊണ്ട് ഡൈനിങ് ടേബിൾ ഏറ്റവും കൂടുതൽ. എനിക്ക് പുറമേക്ക് നോക്കിയിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പടിഞ്ഞാറ് ഭാഗത്തായാലും ആ ലോങ് കണ്ടുകൊണ്ടിരിക്കാനും ഫ്രഷ് എയർ കിട്ടുന്ന അവിടെയൊക്കെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുക എന്നുള്ളതാണ് ഒരു വലിയ ഒരു താല്പര്യമായിട്ട് തോന്നിയത്. നമുക്കോ കിഡ്സ് റൂമുണ്ട്, പുറത്തുണ്ട്, മറ്റേ പുറത്തെ വരാന്തുണ്ട്, ബാൽക്കണി ഉണ്ട്. കിഡ്സ് റൂം തന്നെ, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇരിക്കാറ്. പിന്നെ അപ്സ്റ്റെയർ ലിവിങ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രീ ടൈമിലൊക്കെ പോയി ഇരുന്നിട്ട് ഫോൺ ചെയ്യാനും വിളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ ഫോണാണല്ലോ ബിസിനസ്. ആ ഏരിയ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ക്വാറൻറ്റൈനൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. നമ്മൾ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുന്നു, വീടിൻ്റെ ഒരു വലിയ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നടക്കുന്നു. ആ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ എല്ലാ ഫുഡും എല്ലാ വെറൈറ്റിയും ഒക്കെ എല്ലാ ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ലോക്ക്ഡൗൺ ഫീൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇങ്ങനെ ഒരു നമ്മുടെ നെക്സ്റ്റ് തലമുറകൾ മാറി ഇങ്ങനെ വരും. അവർക്ക് എന്തെങ്കിലും കരുതി വരുന്നത് പ്രകൃതിയായിട്ട് ഇങ്ങനെയുള്ളൊരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലമായിരിക്കണം. ഒരു ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതൽ നെക്സ്റ്റ് ജനറേഷന് താമസിക്കാനും അവർ അഭിമാനത്തോടു കൂടി കൊണ്ടുനടക്കാനൊക്കെ പറ്റിയൊരു താമസ സ്ഥലം എന്നുള്ളതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് ജനറേഷന് വേണ്ടിക്കൊണ്ടാണ് ഇത് കൂടുതൽ അനുഭവിക്കുന്നത്. നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും.